ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ 2 പദങ്ങളാണ് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഹൃദയത്തിലേക്ക് തന്നിരിക്കുന്നത്. ഒന്ന്, പ്രാർത്ഥിച്ച് മടുത്തുപോയ വിഷയത്തിൻ്റെ മേൽ ഈ സീസണിൽ നിങ്ങൾ മറുപടി കാണുവാൻ വേണ്ടി പോകുകയാണ്. 2, പ്രാർത്ഥിച്ച് മറന്നുപോയ വിഷയത്തിൻ്റെ മേലും ദൈവത്തിൻ്റെ അത്ഭുതകരം ഈ സീസണിൽ നിങ്ങൾ കാണുവാൻ വേണ്ടി പോകുകയാണ്. ഞാൻ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ ബ്രദർ ലിജു കോടിയാട്ടിൽ ഇന്നത്തെ ദൈവവചന ശുശ്രൂഷയിലേക്ക് നിങ്ങളെ എല്ലാവരെയും ക്രിസ്തുവിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവിക ആലോചന ദൈവം എൻ്റെ ഹൃദയത്തിൽ നൽകി തന്നിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളോട് സംസാരിച്ചതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഒരു വാക്യം നമ്മൾക്ക് വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യം. കഴിഞ്ഞ നാളുകളിൽ പല വ്യക്തികളും പ്രാർത്ഥിച്ച് മടുത്തും മറന്നും ഇരുന്ന അനുഭവത്തിൽ നിന്നുകൊണ്ട് ഈ സീസണിൽ ദൈവം പറയുന്ന ദൂത് എന്താണെന്ന് നിങ്ങൾ കേൾക്കുവാൻ വേണ്ടി പോകുകയാണ്. അതിന്റെ 13-ാം വാക്യം ഇപ്രകാരം പറവാനിടയായി തീർന്നു. ദൂതൻ അവനോട്, സക്കറിയാവേ, ഭയപ്പെടേണ്ട. ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഈ സീസണിൽ നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല. അടുത്തത്, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. ഹല്ലേലൂയ. ഇത് സക്കറിയാവിനോട് വർഷങ്ങൾക്ക് മുമ്പ് യഹോവയുടെ ദൂതൻ സംസാരിച്ചതാണെങ്കിലും ഇതൊരു ടൈംലെസ് ട്രൂത്ത് ആണ്. എല്ലാ കാലഘട്ടങ്ങളിലും അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു ദൈവിക സത്യമാണ്. നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മറുപടിയായിരിക്കുന്നു. നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും. മകനെ പ്രസവിക്കും എന്ന് ഇവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുമ്പോൾ ഇതൊരു സാധ്യമാകുന്ന അന്തരീക്ഷമല്ല. ഇത് അവരുടെ ജീവിതത്തിൽ ഒരിക്കലും വിശ്വസിക്കുവാൻ പറ്റുന്ന രീതിയിലുള്ള അനുഭവത്തിൽ കൂടെയല്ല ഇവർ കടന്നു പോകുന്നത്. എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക, ദൈവം നിങ്ങളോടൊരു വാക്ക് പറയുന്നത്, ദൈവം നിങ്ങളോടൊരു വചനം പറയുന്നത്, ദൈവം ഒരു പ്രവചന ശബ്ദം നിങ്ങളുടെ ചെവിക്ക് കേൾപ്പിക്കുന്നത് വിശ്വസിക്കുവാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല. ഇന്ന് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങളുടെ അവസ്ഥ ഇത് തന്നെയല്ലേ? പാസ്റ്റർ ഇതൊക്കെ പറയുമ്പോഴും എന്റെ സാഹചര്യം എനിക്കല്ലേ അറിയുകയുള്ളൂ. ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല. സാധാരണമാകുന്ന ഒരു അനുഭവമല്ല എൻ്റെ അനുഭവം. പക്ഷെ എല്ലാ കാലഘട്ടത്തിലും ദൈവത്തിന്റെ ദൂതന്മാർ എവിടെ ഇറങ്ങിയിട്ടുണ്ടോ, ദൈവം ആരൊക്കെ തന്റെ പ്രവാചകന്മാരിൽ കൂടി സംസാരിച്ചിട്ടുണ്ടോ, അവിടെയെല്ലാം അവരുടെ മുമ്പിൽ നടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഓ കമോൺ. ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് നിന്നിൽ കൂടെ സംസാരിക്കുന്നതും അത് തന്നെയാണ്. ഒന്നും നടക്കയില്ലെന്ന് പറയുന്ന ആ സാഹചര്യത്തിൽ, അസാധ്യം മാത്രം കാണുന്ന ആ സാഹചര്യത്തിൽ ദൈവത്തിനും നിനക്കു വേണ്ടി പ്രവർത്തിക്കുവാൻ പറ്റും. വിശ്വസിക്കാൻ പറ്റുമോ? വിശ്വസിക്കാൻ പറ്റുമോ? വാർത്തയോട് യേശു പറഞ്ഞതുപോലെ തന്നെ നീ വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ഇവിടെ എലിസബത്തും സക്കറിയാവും 2 വ്യക്തികളുടെ ജീവിതത്തിൽ ഒരിക്കലും മാനുഷികമായി നടക്കുകയില്ലെന്ന് പറയുന്ന വിഷയത്തിന്റെ മേൽ ദൂതൻ ഇറങ്ങി പറയുകയാണ്. ആ വിഷയത്തിന്റെ മേൽ ദൈവത്തിന്റെ കരം ചലിക്കുവാൻ വേണ്ടി പോകുകയാണ്. ഞാനൊരു ദൈവ മനുഷ്യൻ എന്ന നിലയിൽ നിങ്ങളുടെ ഭാവിയെ നോക്കിക്കൊണ്ട് ഞാൻ കൽപ്പിക്കുകയാണ്. നിങ്ങളുടെ ഭാവിയെ നോക്കിക്കൊണ്ട് ഞാൻ പ്രവചിച്ചു പറയുകയാണ്. ഒന്നും നടക്കയില്ലെന്ന് പറയുന്ന സാഹചര്യത്തിൽ യേശു നിന്റെ കൂടെയുണ്ടെങ്കിൽ സാധ്യതകൾ നിന്റെ കണ്ണിന് മുൻപിൽ വെളിപ്പെട്ടിരിക്കും. ഹല്ലേലൂയ. അടുത്തത് ഇപ്രകാരമാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, അവന് യോഹന്നാൻ എന്ന് പേർ വിളിക്കണം. നിനക്ക് ഉല്ലാസവും സന്തോഷവും ഉണ്ടാകും. അർത്ഥാൽ സക്കറിയാവ്
നിന്റെ മുൻപിൽ നീണ്ട നാളുകൾ ഉണ്ടായിരുന്ന കഷ്ടതയുടെ സീസൺ, പ്രാർത്ഥിച്ചു ഒന്നും നടക്കുകയില്ലെന്ന് പറയുന്ന വിഷമഘട്ടത്തിന്റെ സീസൺ, ഹല്ലേലൂയ, ഉത്തരമില്ലാതെ ദൈവമുഖത്തേക്ക് നോക്കി ഒരുപാട് നീ കരഞ്ഞു, ആ സീസൺ നിന്റെ മുൻപിൽ നിന്ന് മാറുവാൻ വേണ്ടി പോകുകയാണ്. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്നോട് ചേർന്ന് ഒന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ഒന്ന് ദൈവിക മുഖത്തേക്ക് നോക്കുവാനും പറ്റുമോ? ഈ സീസണിൽ ദൈവം എൻ്റെ ജീവിതത്തിൽ വൻ കാര്യങ്ങൾ ചെയ്യുവാൻ പോകുകയാണ്. ഈ സീസണിൽ മടുത്തുപോയ വിഷയങ്ങളുടെ മേൽ പുതിയതായി ദൈവം ചിലത് ചെയ്യുവാൻ വേണ്ടി പോകുകയാണ് എന്ന് ഉറപ്പോടുകൂടി വിശ്വസിക്കാൻ പറ്റുമോ? നിങ്ങളത് കാണുവാൻ വേണ്ടി പോകുകയാണ്. ഇവിടെ സെക്കരിയാവും എലിസബത്തും ദൈവിക നീതിയിൽ നടന്ന കുടുംബമാണ്. ദൈവം പറഞ്ഞിരിക്കുന്ന ന്യായപ്രമാണങ്ങൾ എല്ലാം അനുസരിച്ച് നടന്ന ഒരു കുടുംബമാണ്. പ്രാർത്ഥിക്കുന്ന കുടുംബമാണ്. ദൈവത്തെ ശുശ്രൂഷിക്കുന്ന കുടുംബമാണ്. എന്നിട്ടും അവരുടെ ജീവിതത്തിൽ ഒരു കുറവുണ്ടായിരുന്നു. അവർക്കൊരു മകൻ ഉണ്ടായിരുന്നില്ല. പലപ്പോഴും പല വ്യക്തികളും എന്നെ വിളിക്കുമ്പോൾ പറയാറുണ്ട്, പാസ്റ്റേ, ഞങ്ങൾ ഒരുപാട് ദൈവത്തിന് വേണ്ടി കൊടുക്കുന്ന കുടുംബമാണ്, പ്രാർത്ഥിക്കുന്ന കുടുംബമാണ്, ഹല്ലേലൂയ, ദൈവവേലയ്ക്ക് വേണ്ടി നിൽക്കുന്ന കുടുംബമാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നത്? ഇന്ന് അങ്ങനെയൊക്കെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ നിങ്ങളോടുള്ള ദൈവശബ്ദമാണ്, ഈ സീസണ് എൻ്റെ ദൈവം നിനക്കു വേണ്ടി ചേഞ്ച് ചെയ്യുവാൻ വേണ്ടി പോകുകയാണ്. ആത്മമണ്ഡലത്തിൽ നടക്കുന്ന ദൈവിക ചേഞ്ചിനെ ഞാൻ ആത്മകണ്ണിൽ കാണുകയാണ്. പല വ്യക്തികളുടെ ജീവിതത്തിൽ, ഒരു വ്യക്തിയുടെ ജീവിതത്തിലല്ല, പല വ്യക്തികളുടെ ജീവിതത്തിൽ അത് കാണുവാൻ വേണ്ടി പോകുകയാണ്. ഇങ്ങനെ ഇവർ ഒരുപാട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു, ഒരുപാട് ദൈവസന്നിധിയിൽ ജാഗരിച്ചു. ഇപ്പോൾ ഇവർക്ക് പ്രായമായി, ഇനി ഒന്നും നടക്കുവാൻ സാധ്യതയില്ല. പ്രാർത്ഥിച്ച വിഷയത്തിന്റെ മേൽ മറുപടികൾ ഉണ്ടാകുവാൻ സാധ്യതയില്ല. ഇങ്ങനെ ഇരിക്കുന്ന കാലഘട്ടത്തിൽ സെക്കരിയാവ് തന്റെ ശുശ്രൂഷയിൽ നിന്ന് വിരമിക്കുവാൻ പോകുന്ന സമയം അവൻ ദൈവാലയത്തിലേക്ക് പോയി ധൂപം കാണിക്കുവാൻ അവന് നറുക്കു വീണു. അങ്ങനെ അവൻ ദൈവാലയത്തിലേക്ക് കടന്നു പോകുമ്പോൾ, ദൈവത്തിന്റെ ആലയത്തിൽ ചെന്നുകൊണ്ട് ധൂപം കാട്ടി നിൽക്കുമ്പോൾ ദൈവത്തിന്റെ ദൂതൻ അവന് വേണ്ടി ഇറങ്ങി വരുവാനിടയായി തീർന്നു. ഇന്ന് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ദൂതന്മാർ, ദൈവം അപ്പോയിന്റ് ചെയ്ത ദൈവത്തിന്റെ ദൂതന്മാർ നിനക്കു വേണ്ടി ഇറങ്ങി വരുവാനുള്ള സാധ്യതകൾ ഉണ്ട്. ഹല്ലേലൂയ. എന്നിട്ട് സെക്കരിയാവിനോട് ദൈവത്തിന്റെ ദൂതൻ പറവാനിടയായി തീർന്നു, നിങ്ങൾ കഴിഞ്ഞ നാളുകളിൽ പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനയുണ്ടല്ലോ, ഒരുപക്ഷെ നിങ്ങൾ മറന്നുപോയിരിക്കാം, നിങ്ങൾ മടുത്തുപോയിരിക്കാം. എന്നാൽ ദൈവിക ടൈം ആ വിഷയത്തോടനുബന്ധിച്ച് ആയിരിക്കുന്നു. ഇന്ന് ചിലരെ നോക്കിക്കൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നത്, കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ മടുത്തു എന്നും ഇനി നടക്കുകയില്ലെന്നും പറഞ്ഞ ആ പ്രാർത്ഥനാ വിഷയത്തിന് ദൈവത്തിന്റെ സമയമായിരിക്കുന്നു. ദൈവം എല്ലാ കാലഘട്ടത്തിലും എല്ലാ കാര്യവും ദൈവത്തിന്റെ സമയത്തിൽ ചെയ്യുന്ന വ്യക്തിയാണ്. ദൈവത്തിന്റെ സമയം ഒരിക്കലും ലേറ്റായി തീരുകയില്ല. ദൈവത്തിന്റെ സമയം ഒരിക്കലും നേരത്തെയുമാകയില്ല. ദൈവത്തിന്റെ സമയം എന്ന് പറയുന്നത് പെർഫെക്റ്റ് ആണ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ദാനിയേൽ എന്നറിയപ്പെടുന്ന വ്യക്തിയെ സിംഹത്തിന്റെ കുഴിയിലിട്ടു. അവിടെ നിന്നാണ് ദൈവം അവനെ വിടുവിക്കുവാനിടയായി തീർന്നത്. ശത്രുക്ക് മേശക്ക് വേദനകോ എന്നറിയപ്പെടുന്ന ബാലന്മാരെ തീയിലിട്ടു. ആ തീയിൽ ഇറങ്ങിയിട്ടാണ് ദൈവം അവരെ വിടുവിക്കുവാനിടയായി തീർന്നത്. അപ്പോൾ ഇന്ന് നിങ്ങൾ പറയുന്ന ആ ഇമ്പോസിബിൾ എന്നറിയപ്പെടുന്ന വിഷയത്തിന്റെ നടുവിൽ അവിടെ ഇറങ്ങി നിന്റെ പ്രാർത്ഥനകൾക്ക് മറുപടി തരുവാൻ എന്റെ ദൈവത്തിന് പറ്റും. പ്രാർത്ഥന എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. പ്രാർത്ഥന എന്ന് പറയുന്നത് ഭൂമിയിലെ ഏറ്റവും വലിയ ആയുധമാണ്. പ്രാർത്ഥന എന്ന് പറയുന്നത്
കാരണം നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനകൾ പറയുന്നതും നിങ്ങൾ സംസാരിക്കുന്നതും മനുഷ്യനോടല്ല, സകലത്തെയും ഉണ്ടാകട്ടെ എന്ന വാക്കിനാൽ ഉള്ളതുപോലെ വിളിച്ചു വരുത്തിയ ഒരു ദൈവത്തിന്റെ മുൻപിൽ ചെന്നുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനകൾ, അപേക്ഷകൾ അർപ്പിക്കുന്നത്. അർത്ഥാൽ ഈ ഭൂമിയിലുള്ള ഒരു വ്യക്തിയുമായിട്ടല്ല നിങ്ങളുടെ കണക്ഷൻ, സർവ്വലോകത്തെയും സൃഷ്ടിച്ച ദൈവത്തിന്റെ മുൻപിൽ ചെന്നുകൊണ്ടാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്. ആ പ്രാർത്ഥനകൾക്ക് വലിയ മറുപടികളുണ്ട്. അങ്ങനെ നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുമ്പോൾ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഈ സീസണുകൾ അവന്റെ മറുപടി അയച്ചുകൊണ്ട്, അവന്റെ സാന്നിധ്യം കാണിച്ചുകൊണ്ട്, അവന്റെ ദൂതന്മാരെ അയച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥനകൾക്ക് മറുപടി കിട്ടുവാൻ വേണ്ടി പോകുകയാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ ഒന്നുകൂടി ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രാർത്ഥിക്കുക. നമുക്കറിയാം, പത്രോസ് എന്നറിയപ്പെടുന്ന വ്യക്തി കാരാഗൃഹത്തിലേക്ക് കടന്നുപോയപ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നത് സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു എന്നാണ്. സഭ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിച്ചപ്പോൾ എന്താണ് നടന്നത്? ദൈവത്തിന്റെ ദൂതനെ അയച്ചു. ഹല്ലേലൂയ. ഹെരോദാവിന്റെ പ്രതീക്ഷകളിൽ നിന്ന് ഹല്ലേലൂയ ദൈവം പത്രോസിനെ ഒരു സ്വപ്നം കാണുന്ന അനുഭവത്തിൽ പുറത്തു കൊണ്ടുവരുവാനിടയായി തീർന്നു. ഇന്ന് 2024 മാർച്ച് മാസത്തിലേക്ക് കടന്നു വന്ന നിങ്ങളോട് ഞാൻ ആത്മനിയോഗത്തിൽ നിന്നുകൊണ്ടൊരു കാര്യം പറയാം. നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ദൈവം തന്റെ ദൂതന്മാരെ അയച്ചുകൊണ്ട്, നിങ്ങൾക്ക് പരിഹരിക്കുവാൻ പറ്റാത്ത വിഷയമാണെങ്കിൽ അവൻ തന്റെ ദൂതന്മാരെ അയച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി മറുപടി തരുവാൻ എന്റെ ദൈവം ശക്തനായ ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് മടുത്തു പോകരുത്. നിങ്ങൾ മറന്നുപോയ വിഷയത്തിന് വരെ ഈ സീസണിൽ നിങ്ങൾ മറുപടികൾ കാണുവാൻ വേണ്ടി പോകുകയാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവേ, ഈ ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. കഴിഞ്ഞ നാളുകളിൽ മറന്നുപോയ വിഷയങ്ങളുടെ മേൽ, കഴിഞ്ഞ നാളുകളിൽ മടുത്തുപോയ വിഷയങ്ങളുടെ മേൽ, കഴിഞ്ഞ നാളുകളിൽ പ്രാർത്ഥിച്ചു ഒന്നും നടക്കയില്ലെന്ന് പറയുന്ന വിഷയത്തിന്റെ മേൽ ദൈവം തന്റെ ദൂതന്മാരെ അയച്ചുകൊണ്ട്, അത്ഭുതത്തിന്റെ കരം നീട്ടിക്കൊണ്ട് അവരെ അവിടെ നിന്ന് വിടുവിക്കുന്നതിനായി ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു. ഒരു വലിയ മാറ്റത്തിന്റെ സീസൺ, വലിയ മാറ്റത്തിന്റെ കാറ്റ് ഇവരുടെ ജീവിതത്തിൽ ഇന്ന് തൊട്ട് സംഭവിക്കട്ടെ. ഇവരെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ്. ബലപ്പെടുത്തണം യേശുവൻ നാമത്തിൽ തന്നെ, ആമേൻ. നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. എൻ്റെ നമ്പറാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. നിങ്ങൾക്ക് വിളിക്കാം, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. നാളെ വേറൊരു മെസ്സേജുമായി കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ.